ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കാച്ചെണ്ണയാണ് കേട്ടോ. നമ്മുടെ തലമുടിയുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ കാച്ചെണ്ണ. അതിന് 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക്. കറിവേപ്പിലയും ചെറിയ ഉള്ളിയും. അപ്പോൾ ഞാൻ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇത് 1 ഗ്ലാസ് വെളിച്ചെണ്ണയിലേക്കുള്ള കൂട്ടാണ് കേട്ടോ. നമ്മൾ നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ്, മില്ലിൽ നിന്ന് ആട്ടി കൊണ്ടുവന്നിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നല്ല ചൂടാവണേക്കണം മുന്നേ തന്നെ അരച്ച് വെച്ചിട്ടുള്ള വേപ്പിലയും ചെറിയുള്ളിയും കൂടിയിട്ടുള്ള മിശ്രിതം ചേർത്ത് കൊടുക്കാം. അതപ്പോൾ തന്നെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട്. ഒരുപാട് തീ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അത്രയും വലിയ തീയൊന്നും ഇല്ലാതെ മെല്ലെ തിളപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് മൂത്ത് വന്നാൽ മതി. തലമുടിയുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറും. താരൻ, അതുപോലെ തല്ലിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറിയിട്ട് മുടി വളരാനായിട്ട് സഹായിക്കും. ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്, നല്ല റിസൾട്ട് ഉള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കൈ കൊണ്ടൊന്ന് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അത് മൊരിഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ പൊട്ടി പൊടിഞ്ഞു പോരും. ആ ടൈം ആകുമ്പോൾ അത് ഓഫ് ചെയ്യുക കേട്ടോ. ഒരുപാട് സമയം വെക്കേണ്ട, അപ്പോഴേക്കും കരിഞ്ഞു പോകും. നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കാം. നല്ലൊരു സ്മെല്ലുണ്ടാവും. നമുക്ക് ഹോസ്റ്റലേഴ്സിനൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ട് 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള എണ്ണ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, കറിവേപ്പിലയും ചെറിയ ഉള്ളിയും മാത്രം മതി. ഇനി നമുക്കത് ചൂടാറാൻ വെച്ചതിന് ശേഷം ഒരു ബോട്ടിലിലേക്ക് അരിച്ചൊഴിക്കാം. സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ തലയോട്ടിയിലും തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കത് ഒന്നുമില്ലെങ്കിൽ ഷാമ്പു ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് താളിയോ കടലപ്പൊടിയോ ഒക്കെ യൂസ് ചെയ്തിട്ട് തലമുടി കഴുകാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണയൊക്കെ ഉപയോഗിച്ചാൽ മതിയാവും. നല്ലൊരു ഓയിലാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.